ഹായ് ഫ്രണ്ട്സ്, ഞങ്ങള് തറവാട് വരെ ഒന്ന് പോയിട്ട് നെസ്റ്റോ തറവാട്. ഞങ്ങളുടെ ഫ്ലാറ്റും നെസ്റ്റും തമ്മിൽ ഒരു ഗ്രൗണ്ടിന്റെ ഗ്യാപ്പ് ഉള്ളോട്ടാ, അപ്പുറം ഇപ്പുറം. ആടയാഭരണങ്ങളൊക്കെ എടുത്തില്ലെങ്കിലേ വെയിലുണ്ട് ചാവ, അത്ര ചൂട്. ഒന്ന് ചെറിയൊരു പർച്ചേസ് എന്തായാലും പോയിട്ട് വരാന്ന് വെച്ചു. വെയിലായാണ് ഞാൻ വണ്ടിയിട്ട് പുറത്തിറങ്ങാണ്ടിരിക്കായിരുന്നു, എന്നെ കെട്ടി വലിച്ചു കൊണ്ടുപോകട്ടെ. ഞാനുള്ള കാരനായിട്ടല്ലേ ചേട്ടൻ കൊട നിർത്തിയത്. മേൽക്കൂരുണ്ടായിട്ടൊന്നും കാര്യമില്ല ഏട്ടാ, നമ്മുടെ കണ്ണങ്ങോട്ട് തുറന്നു പിടിക്കാൻ പറ്റില്ല. ചൂടുകൊണ്ട് കണ്ണ് തുറക്കാൻ സമ്മതിക്കില്ല ഏട്ടാ. ഞാൻ വേഗം എൻ്റെ കണ്ണിന് കവചം കൊടുത്തുട്ടാ, അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. ചുള്ളം പോണ പോക്ക് കണ്ട കൊക്ക എത്ര കുളം കണ്ടിരിക്കുന്നുള്ള ഭാവമാണ്. കൊല്ലം 10-25 ഞാൻ നിർബന്ധിച്ചിട്ട് കൊടയിൽ കയറ്റി നിർത്തിയതാട്ടാ. നമ്മൾ ഇവിടുത്തെ പുതുപ്പെണ്ണായോണ്ട് എനിക്ക് അൺസൈക്കബിളാട്ടാ. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലെത്തിയിട്ടാ, ആ AC-ലേക്ക് കയറുമ്പോഴുള്ള ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും വന്നതല്ലേ, അപ്പം എല്ലായിടത്തും ഒന്ന് ഹാജർ വെച്ചിട്ട് പോവാന്ന് വെച്ചു. അപ്പം എല്ലായിടത്തേക്കും ഒന്ന് വെറുതെ ചുറ്റി കറങ്ങിയതാട്ടാ. പൊതുവെ ഉച്ച നേരത്തെ അധികാരം ഉണ്ടാവാറില്ലെങ്കിലും ഇന്ന് പതിവിന് വിപരീതമായിട്ട് നല്ലോണം ആളുണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ ഞങ്ങൾ എല്ലാ റെക്കോളും നോക്കി അറേഞ്ച് ചെയ്തൊക്കെ ശരിയല്ലേ നോക്കിയിട്ട് നേരെ പോണത് മീൻ്റെ അവിടേക്കേട്ടാ. ചുള്ളന് എന്തോ ഒരു ലക്ഷ്യമുണ്ട്, അതെന്താണെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ ടാർജറ്റ് അറിയാൻ പറ്റുള്ളൂ കേട്ടാ. ഇപ്പൊ മനസ്സിലായില്ലേ ചെമ്മീൻ ലക്ഷ്യാക്കിയിട്ടുള്ള പോക്കാന്ന്. കൂന്തലുണ്ടായിരുന്നു കേട്ടാ, 1 കിലോ 70 grams ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ചെറുതായിരുന്നു, അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. നല്ല പടക്കണ ചാളി ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ മീൻ ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് വെറുതെ മേടിക്കണ്ടല്ലോ, അപ്പം വന്ന് മേടിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അതും മേടിച്ചില്ല കേട്ടാ. പിന്നെ ഞങ്ങൾ ചെമ്മീൻ മേടിച്ചു കേട്ടാ. അത് ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും വെറുതെ നടക്കണം കേട്ടാ. ഇനി പച്ചക്കറി മേടിക്കണം എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. പിന്നെ UAE വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഈ ഒലിവാണ് കേട്ടാ. ഇത് തിന്നുമ്പോൾ നമ്മുടെ കണ്ണിമാങ്ങയുടെ ഒരു ഫീല് കിട്ടുക, അതുകൊണ്ട് എപ്പോഴും വാങ്ങിക്കാറുണ്ട് കേട്ടാ. അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ നോക്കി നടന്നു കേട്ടാ. പിന്നെ അധികം പച്ചക്കറിയോട് അധികം താല്പര്യമൊന്നും ഇല്ലാത്ത കാരണം കുറച്ച് കുക്കുംബറും ക്യാരറ്റും വാങ്ങിച്ചു കേട്ടാ. ക്യാരറ്റിൻ്റെ തിന്നാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ. പിന്നെ രജാടിനും നാളികേരം തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ അടയും ചക്കരയും പോലുള്ള ഒരു ബന്ധമാട്ടാ. നാളികേരം എത്ര കിട്ടണോ അത്ര സന്തോഷാട്ടാ. പിന്നെ ഇവിടുത്തെ തെങ്ങൊക്കെ വീണ്ടും കാഴ്ച തുടങ്ങിയിട്ടോ, അതുകൊണ്ട് നാളികേരത്തിൻ്റെ വിലയും കുറഞ്ഞുട്ടാ. പിന്നെ ഓഫർ ഉണ്ടായിരുന്നുകൊണ്ട് 4-5 നാളികേരമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടാ. പിന്നെ നമ്മുടെ സ്വന്തം മാങ്ങ എന്താ ഒരു മണം. വയസ്സായവരുടെ പോലെ തൊലിയൊക്കെ ചുക്കിച്ചൊണ്ടിട്ടാണ് ഇരിക്കണതെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് പൊളിയാണ് കേട്ടാ. അടിപൊളി മാങ്ങയാണ് കേട്ടാ. അപ്പം മാങ്ങ വാങ്ങിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ, അപ്പം മാങ്ങ വാങ്ങിച്ചു കേട്ടാ. പിന്നെ നെല്ലിക്ക, അത് രജാൻ്റെ ഹെൽത്ത് ടിപ്പിലത്തെ ഒരു ഭാഗമാണ് കേട്ടാ. നോക്കുമ്പോൾ ആ കണ്ണാടിയുടെ മറവിൽ 2 പഴക്കമല്ല, ഞാൻ അവരെ മൈൻഡ് ചെയ്തില്ല എന്ന് വേണ്ടാന്ന് വെച്ചിട്ട് അവരെയും കൂടി ഒന്ന് എടുത്തുട്ടാ. ഇന്നേ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് വരുന്ന നേരമായതുകൊണ്ട് കേട്ടോ എത്ര തിരക്ക്. പള്ളിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ നെസ്റ്റോ. പിന്നെ ഇഷ്ടംപോലെ കൗണ്ടറുള്ള കാരണം ബില്ലടിക്കാനൊന്നും പ്രശ്നമില്ല കേട്ടോ. എത്ര ആളുണ്ടായാലും അതൊക്കെ ഈസി ആയിട്ട് കഴിയൂട്ടെ. പിന്നെ കൽപ്പവൃക്ഷത്തിൻ്റെ നാട്ടിൽ നിന്ന് വരണോണ്ട് ഈ വെളിച്ചെണ്ണ കണ്ട ആരും ഒന്നും നിൽക്കൂട്ടാ. കട്ട പിടിച്ചിരിക്കുന്ന ഇരിപ്പ് കണ്ടവള് കണ്ട, നല്ല പ്യുവർ വെളിച്ചെണ്ണ, എന്ത് സുന്ദരിയായിട്ടിരിക്കണത്. അങ്ങനെ ബില്ലടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സാധനം സൂക്ഷിക്കാൻ കൊടുത്തുട്ടാ. എന്തായാലും സമയമുണ്ട്, അപ്പം ലിസ്റ്റിലുള്ള 1-2 സാധനം കൂടി നോക്കാന്ന് വെച്ചിട്ട് മുകളിലേക്ക് പോയിട്ടാ. ഇവിടെ എന്താണാവോ നീലയും പച്ചയും ബലൂണോണ്ടായിരുന്നു കേട്ടോ ആർച്ചിനാക്കി വെച്ചിട്ടുള്ളത്. ഈ സെൻസറിൻ്റെ ഒരു പവർ നോക്കണേ, പൊളിയല്ലേ. പിന്നെ ഞങ്ങൾ തപ്പി വന്ന സാധനത്തിന് അധികം കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആ തെരച്ചിൽ വേഗം തന്നെ അവസാനിപ്പിച്ചു കേട്ടോ. പിന്നെ ലാപ്ടോപ്പുകളും കുറച്ച് ടേപ്പ് റെക്കോർഡറൊക്കെ നോക്കിയിട്ടാ. പലതരത്തിലുള്ള ഫോണുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചിരുന്നത് വേറൊരു കാര്യമായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, ആരാ ഈ കാലത്തെ ടേപ്പ് റെക്കോർഡറൊക്കെ ഉപയോഗിക്കണേന്ന് കേട്ടോ ഞാൻ ആലോചിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ TV അടുത്ത് പോയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും നടക്കണില്ലേ എന്ന് വിശദമായിട്ട് പരിശോധിച്ചു കേട്ടാ. എൻ്റെ പൊന്നോ, എന്തൊരു ക്ലാരിറ്റി ആയിരുന്നു കേട്ടാ, അടിപൊളി. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി നിൽക്കുമ്പോണ്ടല്ലോ കടലിൻ്റെ ഉള്ളിലേക്ക് പോയൊരു പ്രതീതിയായിരുന്നു കേട്ടാ. ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ കടലിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടോന്ന്. അതല്ല, ഒന്ന് കൊളോക്കിയലായിട്ട് പറഞ്ഞതാ. എല്ലാ സ്ഥലങ്ങളും നമുക്ക് പോയി വന്നിട്ട് പറയാൻ പറ്റില്ലല്ലോ, അതൊക്കെ പോട്ടെ. പിന്നെ ഒരു വാച്ച് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ നടന്ന് നോക്കിയിട്ടാ. ചിലപ്പോൾ ഇങ്ങനെയാണ്, നമ്മൾ എന്തോരം കണ്ടാലും നമുക്ക് ഇഷ്ടപ്പെടില്ല ഒന്നും. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ എത്ര നല്ലത് കണ്ടാലും ഒരു അപൂർണത നമുക്ക് ഉണ്ടാവും കേട്ടാ. ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടാ. നമ്മൾ പിന്നെ ഒരെണ്ണം ചിന്തിച്ച് പോകണോണ്ട് മാത്രം നമ്മൾ അത് മാത്രം നോക്കിയെന്ന് മാത്രം. ഇത് മുഴുവൻ നന്നായി നോക്കണം എന്ന് വെച്ചാൽ ഒരു ദിവസം എടുത്ത് നിന്ന് നോക്കേണ്ടി വരും, അത്ര അധികം വാച്ചുകളുണ്ടായിരുന്നു കേട്ടാ. പിന്നെ നമ്മളെ കുട്ടി കസ്റ്റമേഴ്സിൻ്റെ സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടാ. കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടാ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ പുറത്തിറങ്ങിയിട്ടാ. നോക്കുമ്പോൾ ഇന്ന ഒരു മൂലയിൽ ഒരു ഫാമിലി നിൽക്കുന്നു കേട്ടാ.
എന്തായാലും വന്നതല്ലേ, അവർ ഫാമിലിയിൽ നിന്നിട്ട് അവരെ മൈൻഡ് ചെയ്തില്ല എന്ന് വിചാരിക്കണ്ടെന്ന് വെച്ചിട്ട് അവരുടെ ഒരു വീഡിയോ എടുത്തിട്ടാ. അങ്ങനെ പതുക്കെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടാ. ഞാൻ നോക്കുമ്പോൾ ആദ്യം ഓടി ഇറങ്ങിയ ആള് താഴത്തേക്ക് പോണ എസ്കലേറ്ററിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വരുന്നു. ചിലപ്പോഴൊക്കെ നിങ്ങൾ എവിടെ ഇതുവരെ എത്തിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയെന്ന് പറയണേ എൻ്റെ രഹസ്യം ഇപ്പോഴാട്ടെനിക്ക് മനസ്സിലായത്. അങ്ങനെ താഴത്തേക്ക് എത്തി സൂക്ഷിക്കാൻ കൊടുത്ത സാധനങ്ങൾ വാങ്ങിച്ച് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങാട്ടാ. ഇതുവരെ കണ്ട കാഴ്ചയൊക്കെ പെട്ടെന്ന് ബ്ലറായി പോലെ കേട്ടാ. ആ പുറത്തേക്ക് നോക്കുമ്പോൾ ആ വെയിൽ അങ്ങോട്ട് കാണുമ്പോണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര ഇതാ കാണാം കേട്ടോ ഞങ്ങളുടെ ഫ്ലാറ്റ്. അവിടെ റോഡ് പണി നടക്കണോണ്ടാട്ടെ ഈ മെറ്റീരിയൽസ് ഒക്കെ ഗ്രൗണ്ടിൽ കൂട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് അത് മാറ്റൂട്ടാ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.